ഹലോ എവ്രിവൺ. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BPAG 174 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലുള്ള 11ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോൾ ഓഫ് പോളിസി ഇന്നോവേഷൻസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലുള്ള പോളിസി ഇന്നോവേഷൻ്റെ റോളാണ് നമ്മൾ ഇന്ന് ഈ ഒരു യൂണിറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്, എന്നാലും നമുക്കൊന്ന് പറയാം അല്ലേ. ഫസ്റ്റ് തന്നെ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സുസ്ഥിരമായിട്ടുള്ളത് അല്ലേ. അപ്പം ഈ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് 3 കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത് പറയുന്നത് ഡെവലപ്മെന്റ് എന്തായിരിക്കണം? സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കണം. അതുപോലെ ഹ്യൂമൻ നീഡ്സും എന്തായിരിക്കണം? സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നീഡ്സ് നമുക്ക് നിറവേറ്റി കൊടുക്കണം. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ജനറേഷൻ്റെ ആവശ്യങ്ങളും സസ്റ്റൈനബിലിറ്റിയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ 3 പില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ്? എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ദെൻ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പം ഈ ഒരു 3 സെക്ടേഴ്സും തമ്മിലുള്ള ഒരു കോർഡിനേഷനും അത്യാവശ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ടായാൽ അത് എന്തിനു ബാധിക്കും? അതെ, ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്കണോമിക് വെൽത്ത് ഹ്യൂമൻ വെൽബീയിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്താണ്? ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കാനും അത് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള എക്കോസിസ്റ്റം വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ വേൾഡ് കമ്മീഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലേ. എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അവർ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ എർത്ത് സമ്മിറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലോ. ഈ ഒരു എർത്ത് സമ്മിറ്റ് ഒക്കെ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ആ ഒരു ക്ലോസ് കണക്ഷനാണ് ഈ 3 സെക്ടേഴ്സ് തമ്മിലുള്ള എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഈ സെക്ടേഴ്സ് 3 തമ്മിലുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള കണക്ഷനാണ് അവരൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇത് 3ഉം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്താണ്? ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കോപ്പറേഷനാണ് എമംഗ് നാഷൻസ്. എല്ലാ നാഷൻസിൻ്റെയും ഇടയിലുള്ള ഒരു കോപ്പറേഷൻ അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത്. ദെൻ പിന്നീട് പറയുന്നത് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്താണെന്നുള്ളത് ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ അങ്ങനെ ഓടിപ്പോവാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അക്രോസ് ദ വേൾഡ്. നമുക്കറിയാം നമ്മുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ തന്നെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി എന്നുള്ളതാണ്. അപ്പോൾ പോവർട്ടി കുറച്ച് ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസുകളൊക്കെ വളർത്തി, അതുപോലെ തന്നെ ഈ ഒരു പോവർട്ടി കുറയ്ക്കാൻ നമുക്ക് സ്കൂളുകളിലൊക്കെ ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ ആളുകൾക്ക് എന്താണ് പെൻഷൻ കൊടുക്കുക, ഇൻഷുറൻസ് സ്കീമുകൾ, ഇതൊക്കെ എന്താണ് ഈ ഒരു പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം എങ്ങനെയൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായം ചെയ്തിട്ട് എന്താണ് ഈ ഒരു പോവർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു ദാരിദ്ര്യം നിർമ്മാർജ്ജനം. അതാണ് ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ലക്ഷ്യം വെക്കുന്ന കാര്യം. രണ്ടാമത് പറയുന്നതാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതമാണ് എല്ലാവർക്കും വേണ്ടതല്ലേ. അപ്പം അത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരു മെറ്റേണൽ ഹെൽത്തും ചൈൽഡ് ഹെൽത്ത്, അതുപോലെ തന്നെ ഡിസീസസ്, വാക്സിനേഷന്, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പരിചരണം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് ഹെഡിങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുക, പക്ഷേ പഠിച്ചിട്ട് പോകണം, നിർബന്ധമാണ്. ഇതൊക്കെ എന്തായാലും എക്സാമിന് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന്റെ കുറിച്ചിട്ടുള്ള. ദെൻ അതാണ് രണ്ടാമത് പറയുന്ന പോയിന്റ്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പം നമ്മൾ എല്ലാ ആളുകളെയും നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത്. അപ്പം പലതരത്തിലുള്ള ആളുകൾ, കുട്ടികൾ ഒക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ലൈഫ് ലോങ് ആയിട്ട് ലേണിംഗ് അത് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു അവസരം, അതിലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ. നമ്മുടെ സേഫ് ആയിട്ടുള്ള ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ ഹൈജീനിക് ആയിട്ടുള്ള സാനിറ്റൈസേഷന് കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നതാണ് ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളത്. അപ്പം ഇതിൽ പറയുന്നത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ബിൽഡ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതിൽ പറയുന്നത്. ഇപ്പം ഒക്കെ ഹെഡിങ് മാത്രം പഠിച്ചു പോവുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ എഴുതാൻ തോന്നുന്നത് അതൊക്കെ അങ്ങോട്ട് എഴുതുക. അപ്പം ഹെഡിങ്ങൾ ഓരോ പോയിന്റ്സും എഴുതുമ്പം അത് നമ്മൾ എന്ത് ചെയ്യാൻ മറക്കരുത്? അടിവര ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോട്ടോ കാര്യങ്ങളോ വെച്ച് അതൊന്ന് ഫോക്കസ് ചെയ്യാൻ എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാർക്കിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അടിവര ഇട്ട് വെക്കുക. ദെൻ പിന്നീട് പറയുന്നതാണ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എനർജി. നമുക്ക് എന്താണ് റിന്യൂവബിൾ എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ സോളാർ, വിൻഡ്, ഹൈഡ്രോ പവർ പോലെയുള്ള ഈ ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കൂടുതലായി ഉപയോഗിച്ച് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് വരാൻ സാധ്യതയുള്ള
അതിനൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമ്മളെ ഫോസിൽ ഫ്യൂൽസ് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് റിന്യൂവബിൾ എനർജി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ദെൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നതാണ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളത്. ഇതിൽ വിമൻസിൻ്റെ എംപവർമെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ ഗേൾസിൻ്റെ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ ചൈൽഡ് മാരേജിനൊക്കെ റെഡ്യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് ഗോൾസാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇത് മാത്രം പഠിച്ചു പോവുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതുക എന്നുള്ളത്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഈ 5-8 പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ദെൻ പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് പോളിസീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരുപാട് പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള അതിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ആ ഒരു പോളിസിൻ്റെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പ്ലാനിങ് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം ഏതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനമാണ് ആവശ്യം. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും, ഇത് ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും. അത് ഒരു 6 മാസത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിൽ 2 വർഷത്തിൽ നടക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് സ്ഥിരമായിട്ട് വേണ്ട സംഭവം. അപ്പം അതിനൊരുപാട് സമയം എടുക്കും. അപ്പം ആ ഒരു സമയം ഒരു പ്ലാനിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു പോളിസീസിനൊക്കെ എന്താണ് ലോങ് ടേം ആയിട്ടുള്ള സമയം എടുക്കും. ഇത് അപ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണ് അധികം ലോങ് ടേമിനാണ് കൂടുതലായിട്ട് അതിൽ ഊന്നൽ നൽകുന്നത്. ഇപ്പം ഹ്യൂമൻ ആയിക്കോട്ടെ, നാച്ചുറൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ റിസോഴ്സസ് ആയിക്കോട്ടെ, എല്ലാം എന്താണ് ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള വെൽഫെയർ പ്രധാനം ഒരു സപ്പോർട്ട് ചെയ്യണം എന്നും, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ്ങിനാണ് കൂടുതൽ ഇത് മുൻഗണന കൊടുക്കുന്നത് എന്നുമാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇതിലൊരു സോഷ്യൽ കോസ്റ്റിൻ്റെ സെയിം ഒരു വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പം എന്താ പറയുക, ഈ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള സബ്സിഡീസ് ഒക്കെ കൊടുക്കുന്നതൊക്കെ അതിൽ ഒഴിവാക്കണം. ഇപ്പം ഈ ഫോസിൽ ഫ്യൂൽസിനൊക്കെ എന്തെങ്കിലുമൊക്കെ സബ്സിഡികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ഉള്ള കാര്യമല്ല കേട്ടോ പറയുന്നത്, പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ ഇതുണ്ടെങ്കിൽ അതൊക്കെ സബ്സിഡികളൊക്കെ അതിൽ നിന്ന് ഒഴിവാകും. അതുപോലെ തന്നെ എന്താണ് ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻസെൻറ്റീവ്സ് നൽകുക എന്നുള്ളത് പറയുന്നുണ്ട്. അതാണ് ഒരു പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മൂന്നാമത് പറയുന്നത് ഡെലിവറി ഓഫ് പബ്ലിക് ഗുഡ്സ്. നമ്മൾ ഗവൺമെൻറ്റ്സ് എന്താണ് കൂടുതലായിട്ടും പബ്ലിക് ഗുഡ്സ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് സർവീസ് കൊടുക്കണം. നമുക്ക് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, എൻവയോൺമെൻറ്റൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, ഒക്കെ എന്താണ് പബ്ലിക് മേഖല കൂടുതലായിട്ട് എന്താണ് ആളിലേക്ക് എത്തിച്ച് എന്താണ് അത് സൗകര്യപ്രദമായിട്ട് സൗജന്യമായിട്ട് അത് ആളുകളിലേക്ക് വിതരണം ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാക്കണം, ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നുള്ളത്. അതാണ് ഡെലിവറി ഓഫ് പബ്ലിക് ഗുഡ്സ് എന്നുള്ളത്, പൊതു സമ്പത്തുകളുടെ ഒരു ഡെലിവറി എന്ന് പറയുന്നത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പോളിസീസൊക്കെ എന്തായിരിക്കണം, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോളിസീസ് ആയിരിക്കണം. നമുക്കൊരു മിനിമം ഒരു എക്കണോമിക് കോസ്റ്റ് വെച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോളിസീസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ എൻ്റെ പ്രത്യേകത കേട്ടോ. അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് അലോസ് ബെറ്റർ ഫ്യൂച്ചർ ടാർഗറ്റ്സ്. നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ റിസോഴ്സസിൻ്റെ ഉപയോഗങ്ങൾ എന്തിന് കാരണമാവും, ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ ടാർഗറ്റ്സ് അതിന് കാരണമാകുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ളൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ദെൻ പിന്നീട് പറയുന്നത് എൻവയോൺമെൻറ്റൽ എഫക്റ്റീവ്നെസ്. ഇതിൽ പറയുന്നത് പോളിസീസ് ഷുഡ് എൻഷുർ 4 കാര്യങ്ങൾ എൻഷുർ ചെയ്യണം പറയുന്നുണ്ട്. അതിൽ ഒന്ന് റീജനറേഷൻ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി, ദെൻ പിന്നീട് പറയുന്നത് അസിമിലേഷൻ, ദെൻ ലാസ്റ്റ് പറയുന്നത് അവോയ്ഡിങ് ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു 4 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ റീജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അഥവാ നമുക്കത് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉപയോഗം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അഥവാ നമ്മൾ ഓവറായിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നോൺ റിന്യൂവബിൾ റിസോഴ്സസിന് പകരം നമുക്ക് റിന്യൂവബിൾ സാധനങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദെൻ അസിമിലേഷൻ പറയുമ്പം എന്ത് പൊല്യൂഷൻ ഉണ്ടായാലും അത് എൻവയോൺമെൻറ്റൽ ലിമിറ്റ്സിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത്. ദെൻ അവോയ്ഡിങ് ഇറിവേഴ്സിബിലിറ്റി. അപ്പം എന്തെങ്കിലും തരത്തിൽ എൻവയോൺമെൻറ്റിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷേ അത് ഇനി ഉണ്ടാകുന്നത് കുറക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഡാമേജ് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെങ്കിൽ നമുക്കത് കുറക്കാൻ പറ്റും. അതാണ് പറയുന്നത്. അപ്പം നമുക്ക് സ്പീഷീസ് എക്സ്റ്റെൻഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ, ഒരിക്കലും പറ്റില്ല. വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജീവിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ ആറാമതായിട്ട് പറയുന്നത് പോളിസി ഇൻറ്റിഗ്രേഷൻ. നമ്മൾ പറഞ്ഞു എക്കണോമിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള പോളിസീസിൻ്റെ ഒക്കെ ഒരു ഇൻറ്റിഗ്രേഷൻ കൂടിയാണ് എന്ന് പറയുന്നത് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. ഈ ഒരു 3 സെക്ടേഴ്സും തമ്മിലുള്ള ഒരു അകമഴിഞ്ഞ സഹകരണം ഇതിന് ആവശ്യമാണ്. ഇതാണ് ഈ ഒരു പോളിസി ഇൻറ്റിഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രിക്കോഷനിൽ പറയുന്നത് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സെർട്ടനിറ്റി കുറവ് വരുമ്പം
നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അതാണ് ഒരു പ്രിക്കോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എല്ലാ രാജ്യങ്ങളും തമ്മിലും ഒരു പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവസാനമായിട്ട് പറയുന്നതാണ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അവരെയൊക്കെ ഉൾക്കൊള്ളിച്ച് എന്താണ്, കാരണം അവരാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആളുകൾ. അപ്പം അവരെയൊക്കെ ഉൾക്കൊള്ളിച്ച് നല്ലൊരു രീതിയിലുള്ള ട്രാൻസ്പാരൻസി, അതിൻ്റെ വിവരങ്ങൾക്ക് അവർക്ക് ഒരു നല്ല രീതിയിൽ കൈമാറി എന്താണ് അത് അവരെ ഇൻഫോം ചെയ്ത് നല്ലൊരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ആ ഒരു മാർഗം അവർ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പോളിസീസിൽ വരുന്ന പ്രത്യേകമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് ടുവാർഡ്സ് പോളിസി ഇന്നോവേഷൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ എൻവയോൺമെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് ആക്സിഡൻസ് മാത്രമല്ല, അതെന്താണ് നമ്മുടെ നിയമത്തിൻ്റെ അതുപോലെ തന്നെ പോളിസീസിൻ്റെ ഒക്കെ എന്താണ് അഭാവം മൂലം പല പ്രശ്നങ്ങളും ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം എന്താ നമ്മുടെ ഇനീക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഉണ്ടാവാൻ കാരണം, അതുപോലെ തന്നെ അൺസസ്റ്റൈനബിൾ ആയിട്ട് പ്രൊഡക്ഷന്, അതുപോലെ അതിൻ്റെ കൺസംഷൻ പാറ്റേൺസ്, ഇതെല്ലാം എന്തിനു കാരണമാവും? ഇനീക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ കാരണമാകും. എന്താണ്, റിച്ച് ആയിട്ടുള്ള ആളുകൾ റിച്ചായി തന്നെ നിൽക്കും, പൂറായിട്ടുള്ളവർ എന്നും പൂറായിട്ട് നിൽക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഒരുപാട് വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ കാരണം. അപ്പം ഇതിനൊക്കെ എതിരെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോളിസി വേണം. അപ്പോൾ നിലവിലുള്ള പോളിസിനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ ഈ പോളിസി എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇന്നോവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് കേട്ടോ. അപ്പം പുതിയ ഒരു പോളിസിയിൽ വരുന്ന ഇന്നോവേഷൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഓരോ പോയിന്റ് വൈസ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് സ്ട്രെങ്തനിങ് പബ്ലിക് ഫിനാൻസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ആദ്യം പറയുന്നത്. ഇപ്പം ഗവൺമെൻറ്റ്സ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സിഡീസൊക്കെ അതിൽ നിന്ന് പിൻവലിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോസിൽ ഫ്യൂൽസിൻ്റെ സബ്സിഡീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പിൻവലിക്കുക. അതുപോലെ തന്നെ ലോക്കൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ഗ്ലോബൽ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റംസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതിൽ. രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റ്, ഇതിലിങ്ങനെ ടെക്സ്റ്റിൽ അങ്ങനെ നീട്ടി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചുരുക്കി എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുള്ളൂ. രണ്ടാമത് പറയുന്നതാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഫോർ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീസ്. അപ്പം ഇതിൽ പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചറിന് കൂടുതലായിട്ട് ചിലവാക്കുക. അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സോഷ്യൽ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ഇതിലൊക്കെ കൂടുതലായിട്ട് ചിലവാക്കുക, കൂടുതലായിട്ട് എക്സ്പെൻഡിച്ചേഴ്സ് അതിൽ പബ്ലിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം അതെന്താണ് കൂടുതലായിട്ടുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള പോവർട്ടി ഉണ്ടാക്കുന്നതിൽ നിന്ന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾക്ക് എന്താണ് സബ്സിഡീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് ഒരു സ്ട്രക്ചറൽ ഇൻഫോർമേഷനിലൂടെ എന്താണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, നല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ആ ഒരു രീതിയിലുള്ള ആ ഒരു ഗ്രോത്ത് അവർക്ക് ഓഫർ ചെയ്യുക. ദെൻ ആ രീതിയിലാണ് അതിൽ പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ബെറ്റർ യൂസ് ഓഫ് ലീഗൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പം നമുക്കറിയാം ലോകമെമ്പാടും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ച്. അതാണ് ഒരു സർക്കാരുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റിന് മാത്രം ഉത്തരവാദിപ്പെടുത്താൻ പറ്റുമോ? അല്ല. അപ്പം അവരെയൊക്കെ നിയന്ത്രിക്കാൻ കോർട്ടിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഫുഡ്, ലാൻഡ്, ഫോറസ്റ്റ്, ഫിഷറീസ്, ഇങ്ങനത്തെ സംഭവമായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഹ്യൂമൻ റൈറ്റുമായിട്ട് ആ ഒരു രീതിയിൽ അവരെ സംരക്ഷിക്കപ്പെടുക. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ബിസിനസ് പാർട്ടിസിപ്പേഷൻ പറയുന്നുണ്ട്. അപ്പം അതിൽ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ അതിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ, അഥവാ ഒരു നിയമപരമായിട്ടുള്ള ലീഗൽ ഇൻസ്ട്രുമെൻസിനെ നമ്മൾ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത് റിഫൈനിങ് മെഷേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പം ഡാറ്റ ഗ്യാപ്സ് കാരണം, അപ്പോൾ നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനൊക്കെ അളക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇപ്പം പോവർട്ടി, ക്ലൈമറ്റ് ചേഞ്ച്, ഇനീക്വാളിറ്റി, ജെൻഡർ ഇനീക്വാളിറ്റി, അതുപോലെ തന്നെ ഗവേണൻസ്, ഈ ഒരു പല ഇൻഡിക്കേറ്റേഴ്സും ശരിയായ മെഷേഴ്സിലല്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ്, ഡാറ്റ കളക്ഷൻസ് എന്തിനു കൊണ്ടുവരണം? ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ അളക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡിഫൈനിങ് മെഷേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്, പല പുതിയ മെഷേഴ്സും ഇൻഡിക്കേറ്റേഴ്സും ഗവൺമെൻറ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതെന്താണ് ഒരു GDP മാത്രം കണക്കാക്കാതെ മനുഷ്യന്മാരുടെ ഹ്യൂമൻ്റെ വെൽബീയിങ്ങും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് സംരക്ഷിക്കുന്നുണ്ടോ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് എന്നിവ മെച്ചപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ട് അതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല ഇൻഡിക്കേറ്റേഴ്സ്, അതിനെ അളക്കുന്ന മെഷേഴ്സൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ അഞ്ചാമതായിട്ട് പറയുന്നത് സ്ട്രെങ്തനിങ് ഗ്ലോബൽ ഗവേണൻസ് എന്ന് പറയുമ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിന് അത്യാവശ്യമാണ്? ഒരു നാഷണൽ ലെവലിലും ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അത്യാവശ്യമാണല്ലേ. അപ്പം യുണൈറ്റഡ് നാഷൻ സിസ്റ്റം
ഷുഡ് റിഫോം ടു സപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഫക്റ്റീവ്ലി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നല്ല എഫക്റ്റീവായിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? യുണൈറ്റഡ് നാഷൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ടാക്സ് കോർപ്പറേഷൻ വേണം. അതുപോലെ തന്നെ ഒരു ബെറ്റർ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ കൺട്രീസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു കേവലം 5-6 രാജ്യങ്ങൾ മാത്രം ഇരുന്നൊരു തീരുമാനം എടുക്കുന്നതിന് പകരം എല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഉള്ള നല്ലൊരു തീരുമാനം എടുക്കലും അത് ആ തീരുമാനത്തെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോയി അത് നടപ്പിലാക്കലും വേണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പം എങ്കിൽ മാത്രമേ അതുപോലെ തന്നെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിങ് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ആര് കൊടുക്കണം? UN ഏജൻസീസ് മുഖാന്തരം മറ്റുള്ള രാജ്യങ്ങളുടെ സഹകരണം മൂലം പാവപ്പെട്ട രാജ്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളതും അതിൽ പറയുന്നത്. സ്ട്രെങ്തനിങ് ഗ്ലോബൽ ഗവേണൻസ്. ഗ്ലോബൽ ഗവേണൻസ് എന്ന് പറയുമ്പം എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു അതാണ് അതിൽ പറയുന്നത്. അപ്പം അവരെയൊക്കെ ശക്തിയിൽ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തി എല്ലാവരെയും ശക്തിപ്പെടുത്തി സാമ്പത്തികമായിട്ടുള്ള ഉപയോഗം മറ്റുള്ള ചെറിയ രാജ്യക്കാർക്ക് കൊടുത്ത് അവരെയും ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് അതിലൂടെ പറയുന്നത്. ദെൻ 6ാമതായിട്ട് പറയുന്നത് ക്രിയേറ്റിംഗ് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത്. അപ്പം ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തണം. അപ്പം നമ്മുടെ ഹെൽത്തിലായിക്കോട്ടെ, വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, പബ്ലിക് ട്രാൻസ്പോർട്ടിലായിക്കോട്ടെ, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സിലായിക്കോട്ടെ, ഇലക്ട്രിസിറ്റിയിലായിക്കോട്ടെ, ടെലികോം, ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, അങ്ങനത്തെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ കൂടുതലായിട്ടുള്ള റൂറൽ ഏരിയയിലൊക്കെ കൂടുതലായിട്ടും അതിനെ എന്ത് കൊടുക്കാം? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്സിനും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനിലൊക്കെ ഇതെന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഇതിന് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് സയൻസ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ഇന്നോവേഷൻ ആയിക്കോട്ടെ. ഇതൊക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം STI പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് STI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ പോളിസീസൊക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻസിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ. അപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് എന്തായിരിക്കണം? ഒരു ടെക്നോളജീസൊക്കെ അവർ സഹായം ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ദെൻ പിന്നീട് പറയുന്നതാണ് അപ്ഗ്രേഡിങ് ഹ്യൂമൻ സ്കിൽസ് എന്നുള്ളത്. അപ്പം ഹ്യൂമൻ സ്കിൽസ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഓഫ് ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അവരുടെ ഹ്യൂമൻ സ്കിൽസിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പം അവരുടെ എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങിലൂടെ ഒക്കെ എന്താണ് അവരുടെ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വളർത്തുക എന്നുള്ളതാണ് അപ്ഗ്രേഡിങ് ഹ്യൂമൻ സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായിട്ട് പറയുന്ന പോയിന്റാണ് എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ എന്നുള്ളത്. അപ്പം അഥവാ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം എംപ്ലോയ്മെൻറ്റ് പോളിസീസ് എന്തായിരിക്കണം? ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും അത് അവർ നൽകിയിരിക്കണം. അഥവാ ഒരു വളർന്നു വരുന്ന ഒരു ലേബർ ഫോഴ്സിന് അത് ആവശ്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നത് കൂടെ എന്തൊരു കാരണമാവും? അത് പോവർട്ടി ഇല്ലാതാക്കാൻ അത് കാരണമാവില്ലേ? അപ്പം ആ പോളിസീസ് എന്ന് പറയുമ്പം അത് എംപ്ലോയ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ ഒരുപാട് ആളുകൾക്ക് അത് ജോലി കൊടുക്കാൻ തക്ക രീതിയിലുള്ള പോളിസീസ് അവർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാവാനും അതുവഴി അവരുടെ ഇൻകം വർദ്ധിപ്പിക്കാനും അവർക്ക് ഒക്കെ ഒരു വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. അപ്പം എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഉള്ളൊരു പോളിസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉള്ള പോളിസി ഇന്നോവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും പറയുന്നത്, കാരണം എക്സാം ആവാനായല്ലോ. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയണമല്ലോ. അപ്പം ആ രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും. ഇത് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് സ്പീഡ് കുറച്ച് ഈ ഒരു ക്ലാസ് കേൾക്കാൻ പറ്റും കേട്ടോ.